ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ദാദാഭായ് നവറോജി രണ്ടാം ജന്മശതാബ്ദി ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും കോഴിക്കോട്ട് നടന്നു. മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജു പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പുരസ്കാരം V. വേണുഗോപാൽ ഏറ്റുവാങ്ങി. ദാദാഭായ് നവറോജി മെമ്മോറിയൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം V. വേണുഗോപാലിന് നൽകി. പുരസ്കാര സമർപ്പണവും ദാദാഭായ് നവറോജി രണ്ടാം ജന്മശതാബ്ദി ഉദ്ഘാടനവും മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് നിർവഹിച്ചു. പ്രത്യേകിച്ച് ഗ്രേറ്റ് ഫ്രീഡം ഫൈറ്റർ, ഫ്രീഡം മൂവ്മെന്റ് സ്ഥാപകർ അല്ലെങ്കിൽ അതിൻ്റെ പ്രചോദനം നൽകിയതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ദാദാഭായ് നവറോജി. അദ്ദേഹത്തെ നമ്മൾ 200 വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്നത് ചിന്തിക്കുമ്പോൾ അതിന് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു വ്യക്തിയെയും സമൂഹം അടയാളപ്പെടുത്തുന്നത് അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി എത്ര വലിയ പണക്കാരനാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ അദ്ദേഹം എത്രമാത്രം അറിവുള്ളവനായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അദ്ദേഹം എത്ര വലിയ ഉദ്യോഗം ഭരിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലും മാത്രമല്ല, മറിച്ച് ആ വ്യക്തി എത്രമാത്രം നീതിമാനായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തെ ജസ്റ്റിസ് ഫോർ പീസ് എന്ന പദവി അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം വോയിസ് ഓഫ് ജസ്റ്റിസ് എന്ന ഒരു പത്രം സ്ഥാപിച്ചത്. നീതിക്ക് വേണ്ടി നിരന്തരം പോരാടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. നിയമത്തിൻ്റെ അടിസ്ഥാനം നീതിയാണ്. അതുകൊണ്ടാണ് ലോ ഈസ് ദ മിസ്ട്രസ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. സംഘാടക സമിതി ചെയർമാൻ അലോക് കുമാർ സാബു അധ്യക്ഷനായിരുന്നു. ഫൗണ്ടേഷൻ ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി, വിജയ് സിംഗ് പദംജി, ഡോക്ടർ രവിശങ്കർ ബാബു, പ്രൊഫസർ വർഗീസ് മാത്യു, R. ജയന്തകുമാർ, പൂനം S. ദേശായി, വിജയചന്ദ്രൻ, PN ഉദയഭാനു, ഇസ്മായിൽ പുനത്തിൽ, സക്കറിയ പള്ളിക്കണ്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സതേൺ ഡയറി ആൻഡ് ഫുഡ് കോൺക്ലേവിന് സരോവരത്ത് തുടക്കമായി.